Okay, 2017 ജൂലൈയിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. State the Bernoulli's principle. Explain with the mathematical derivation how the venturimeter is helpful to measure the flow speed of a liquid. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല. എക്സ്പ്ലെയിൻ വിത്ത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഹൗ ദി വെഞ്ചുറിമീറ്റർ ഈസ് ഹെൽപ്ഫുൾ ടു മെഷർ ഫ്ലോ സ്പീഡ് ഓഫ് എ ലിക്വിഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വെഞ്ചുറിമീറ്ററിൻ്റെ പ്രത്യേകത ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ വർക്കിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇതൊരു വെഞ്ചുറിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ട്യൂബിൻ്റെ പ്രത്യേകത, ഇതൊരു സാധാരണ ട്യൂബ് തന്നെയാണ്. ഇങ്ങനെ വന്ന് ഒരു സെർട്ടൻ റീജിയനിൽ എത്തുമ്പോൾ അതിൻ്റെ ഡയാമീറ്റർ, പൈപ്പിൻ്റെ ഡയാമീറ്റർ കുറഞ്ഞ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോകുന്ന ഒരു സെറ്റപ്പിലാണ് വെഞ്ചുറിമീറ്റർ നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ആ വെഞ്ചുറിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ മെയിൻ ട്യൂബ് എന്നും ഇതിനെ നമ്മൾ ത്രോട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ മെയിൻ ട്യൂബിനെയും ത്രോട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് മാനോമീറ്ററിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ലിക്വിഡ് മെർക്കുറിയാണ്. ആ മെർക്കുറിയുടെ ലെവൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏരിയ കൂടുതലാണ്, വെലോസിറ്റി കുറവാണ്, പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നല്ല തള്ള് കാണും. ആ തള്ള് കാരണം താഴേക്ക് വന്നിരിക്കും. ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ലെവൽ ഇത്രയേ കാണുള്ളൂ. ഈ 2 ലെവലുകളും തമ്മിലുള്ള ഡിഫറൻസ് ഞാനിവിടെ ഹൈറ്റ് എച്ച് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ലിംബുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എച്ച്. അപ്പോൾ ഇത് 0.1, ഇത് 0.2, 0.1 മെയിൻ ട്യൂബ്, 0.2 ത്രോട്ട്. ഈ 2 പോയിന്റുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ലിംബുകൾക്കിടയിലുള്ള ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 0.1 പ്രഷറാണ് P1, അവിടുത്തെ ഏരിയ ഫ്ലോ സെക്ഷനാണ് A1, അതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയാണ് V1 എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തത് P2, A2, V2 എന്ന് പറയാം. ഇനി നമ്മളിവിടെ 0.1ലും 2ലും ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. Applying Bernoulli's principle at 1 and 2. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 എന്ന് പറയുന്ന ടേം ഇവിടെ ആവശ്യമില്ല. ബിക്കോസ് ഇതാണ് നമ്മുടെ ഡാറ്റത്തിൽ നിന്ന് 0.1ലേക്കും 0.2ലേക്കുമുള്ള ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ റോ ജി എച്ച് 2 സൈഡിൽ വരും, കട്ടായി പോകും. അതുകൊണ്ട് ഹൈറ്റിൻ്റെ ടേംസ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള ട്യൂബല്ല, ഹൊറിസോണ്ടൽ ട്യൂബാണ്. അതുകൊണ്ടാണ് ഹൈറ്റ് കൺസിഡർ ചെയ്യാത്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് ഇവിടുന്ന് ഇതിനെ P1 മൈനസ് P2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കൊടുക്കാം. നമുക്കറിയാം യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രത്യേകത. യൂട്യൂബ് മാനോമീറ്റർ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് യൂട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2 നമ്മൾ പറഞ്ഞു. ഇവിടെയാണ് പ്രഷർ കൂടുതൽ, അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 2 പോയിന്റുകളും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. റോ എം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിനുള്ളിൽ നിറച്ച് വെച്ചിരിക്കുന്ന ഡെൻസിറ്റി മെർക്കുറിയാണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെർക്കുറിയാണ്. ഇപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എച്ച് റോ എം ജി ആണെന്നുള്ള ഈ യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഞാനിവിടെ എച്ച് റോ എം ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പോയിന്റ് V2ലുള്ള സ്പീഡാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ V1നെ അവിടുന്ന് കളയണം. V1 ആണ് കാണുന്നതെങ്കിൽ V2 കളയണം. ഓക്കെ, ഞാനിപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാണ്. നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് A1 V1 ഇസ് ഈക്വൽ ടു A2 V2 ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് V1 ഇസ് ഈക്വൽ ടു A2 V2 ബൈ A1 എന്ന് എനിക്ക് കണ്ടുപിടിക്കാം. A2 V2 ബൈ A1 ആണ് V1. അപ്പോൾ ഇവിടെ എച്ച് റോ എം ജി ഇൻറ്റു 2 divided by rho
that is equal to v2 square minus v1 സ്ക്വയറിന് പകരം v1ന് പകരം നമ്മൾ a2 v2 by a1 the whole square എന്ന് കൊടുത്തു. 2h rho mg by rho that is equal to v2 സ്ക്വയറിനെ അങ്ങോട്ട് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 മൈനസ് a2 സ്ക്വയർ ബൈ a1 സ്ക്വയർ എന്നേ കാണൂ. സോ v2 സ്ക്വയർ is equal to 2h rho mg divided by rho, ഇത് താഴേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് a2 സ്ക്വയർ ബൈ a1 സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് കിട്ടും. Therefore v2 എന്ന് പറയുന്ന വെലോസിറ്റി that is equal to root of 2h rho m g divided by rho into 1 minus a2 square by a1 square. വേണമെങ്കിൽ ഇതൊന്നുകൂടി ചെറുതാക്കാം, അങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഇത്രയും മതി. ഇതാണ് വെഞ്ചുറി മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ. 2017 ജൂലൈയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Hairs of paint brush do not cling together when dipped in water but form a fine tip when taken out of it. The formation of the fine tip is due to the surface tension. What do you mean by surface tension? Derive an expression for capillary rise. അപ്പോൾ രണ്ട് പാർട്ടായിട്ടുണ്ട്. എന്താണ് സർഫസ് ടെൻഷൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ്. ഈ ക്വസ്റ്റ്യനിൽ 4 മാർക്കാണ്. അപ്പോൾ ഈ കാപ്പിലറി റൈസ് എന്ന് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യനാണ് നല്ലൊരു വെയിറ്റേജ് മാർക്ക് 3 മാർക്കോളം ഉണ്ടാവുക. വാട്ട് യു മീൻ ബൈ സർഫസ് ടെൻഷൻ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയും, നമ്മൾ സാധാരണ പെയിൻറ്റിങ് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഹെയർസൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഉണങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ അതിനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അതിങ്ങനെ വിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ അകന്ന് നിൽക്കും. ഇനി വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ പെയിൻറ്റ് ബ്രഷ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ വെള്ളം അതൊരു ഇങ്ങനെ വിട്ട് നിന്നിരുന്ന ഹെയർസ് എല്ലാം ക്ലിങ് ടുഗദർ, ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ടൊരു ടിപ്പ് പോലെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പാകത്തിന് അതിങ്ങനെ സെറ്റപ്പായി നിൽക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ടിപ്പ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് അറിയണം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലിക്വിഡ് എന്തെങ്കിലും ഒരു വെസലിലേക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിലേക്ക് നിങ്ങളൊരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഫ്രീ സർഫേസിന് എപ്പോഴും അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിയാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ സർഫസ് ഏരിയ കുറയ്ക്കുന്ന സമയത്ത് അതൊരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ വെള്ളം എപ്പോഴും ഒരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ചില ഇൻസെക്ട്സ് ഒക്കെ വെള്ളത്തിൻ്റെ മുകളിലൂടെ വളരെ ഈസി ആയിട്ട് നടന്നു പോകുന്നത് കാണാൻ പറ്റും. കാരണം അവർക്ക് ആ വെള്ളം ഒരു സ്ട്രക്ചർഡ് നമ്മൾ ഈ ഫ്ലോറിൽ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും, ബിക്കോസ് അതൊരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ സർഫസ് ടെൻഷൻ? ലിക്വിഡ്സിൻ്റെ ഫ്രീ സർഫേസ് ഓഫ് ദി ലിക്വിഡ് ഓൾവേസ് ട്രൈസ് ടു മിനിമൈസ് സർഫസ് ഏരിയ. അങ്ങനെ ഏരിയ കുറക്കാൻ നോക്കുന്ന കാരണം അതൊരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ലിക്വിഡ്സിൻ്റെ പ്രത്യേകതയാണ് സർഫസ് ടെൻഷൻ. അത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ മോളിക്കുലാർ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു വെള്ളത്തിൻ്റെ ഫ്രീ സർഫേസ് ആണ്. നമുക്കറിയാം ഇവിടുത്തെ ഓരോ പോയിൻറ്റ്സിനെയും വെള്ളം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സുകളെല്ലാം കണക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ലൈന് കിട്ടും. അപ്പോൾ ആ ലൈനടക്കം വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സർഫസ് ടെൻഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫോഴ്സ് ആക്ടിങ് പെർ ലെങ്ത്ത്. നിങ്ങൾ വെള്ളത്തിൻ്റെ ഫ്രീ സർഫേസിൽ ഒരു ലൈൻ, ഒരു ഇമാജിനറി ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ എന്ന് പറഞ്ഞാൽ കുറേ പോയിൻറ്റ്സുകളെ കൂട്ടി യോജിപ്പിച്ചതാണ് ലൈന്. അപ്പോൾ ആ പോയിൻറ്റ്സിന് ഓരോന്നിനെയും വലിക്കുക എന്ന് പറഞ്ഞാൽ ആ ലൈന് ഒരുമിച്ച് താഴേക്ക് വലിക്കുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ടാണ് ആ ഇമാജിനറി ലെങ്ത്തിനെ വലിക്കുന്നത്? ആ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്ത്, അതിനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ ലെങ്ത്ത്. എങ്ങനെ? ഇമാജിനറി ലെങ്ത്ത് ഡ്രോൺ അറ്റ് ദി ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ. ഈ ഭാഗം നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ്. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ജൂലൈ 2017 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ജൂലൈ 2017 മറ്റൊരു ക്വസ്റ്റ്യനാണിത്. പോർഷൻ P of a horizontal tube has uniform area of cross-sectional A and that of portion Q is small a. Both portions have similar vertical capillaries fitted to them. A liquid of density rho flows through P with velocity 3 meter per second and through Q with 7 meter per second. Find the difference in levels of two vertical capillaries.
ഡിഫറൻസ് ഇൻ ലെവൽസ്. അപ്പോൾ ഇവിടെ പി ക്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയയാണ് എ, ഇതിൻ്റെ ഏരിയയാണ് സ്മോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിയിലൂടെ വെള്ളം പോകുന്ന വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിലൂടെ വെള്ളം പോകുന്ന വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്വാഭാവികമാണ്, കാരണം ഇതിൻ്റെ ഏരിയ കൂടുതലാവുമ്പോൾ ഇവിടെ വെലോസിറ്റി കുറയും, ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ഡിഫറൻസ് ഇൻ ലെവൽസ്. അപ്പോൾ ഈ രണ്ട് ഇവിടുത്തെ എത്ര ഹൈറ്റ് ഉണ്ട്, ഇവിടെ എത്രയുള്ളൂ, ഈ ഡിഫറൻസ് ഇൻ ലെവൽസ് ഓഫ് മെർക്കുറിയാണ് ചോദിക്കുന്നത്. ഡിഫറൻസ് ഇൻ ലെവൽസ് ഓഫ് 2 വെർട്ടിക്കൽ കാപ്പിലറീസ് എത്രയാണ് ഈ ഡിഫറൻസ് എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പോയിന്റ് പിയിലും ക്യൂലും എന്ത് ചെയ്താൽ മതി, ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബി പി നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് ബി പി അറ്റ് പി ആൻഡ് ക്യൂ. രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന പൈപ്പ് ആയതുകൊണ്ട് ഹൈറ്റിൻ്റെ ടേംസ് വേണ്ട നമുക്കറിയാം. സോ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ എന്ന് കിട്ടും. സോ P1 മൈനസ് P2, P1 ഇവിടുത്തെ പ്രഷറാണ് P1, ഇവിടുത്തെ പ്രഷറാണ് P2. P1 minus P2 is equal to half into rho into V2 square minus V1 square. ഈ പ്രഷർ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ലെവൽസ് ഓഫ് 2 വെർട്ടിക്കൽ കാപ്പിലറീസ്. ഡിഫറൻസ് ഇൻ ലെവൽസ് ഓഫ് 2 വെർട്ടിക്കൽ കാപ്പിലറീസ്. അപ്പോൾ നമ്മൾ ആ P1 മൈനസ് P2 എന്ന് പറയുന്നത് എച്ച് റോ ജി ആണ്, നമുക്കറിയാം എച്ച് റോ ജി ആണ് P1 മൈനസ് P2. പ്രഷർ ഡിഫറൻസ് ആണ് U2 മാനോമീറ്ററിൽ ഇവിടുത്തെയും പ്രഷർ ഡിഫറൻസ് ആണ് എച്ച് റോ ജി, എച്ച് ഡിഫറൻസ് ആണുള്ളത്. So that is equal to half into rho into V2 square minus V1 square. റോയും കട്ട് ചെയ്തു. So H that is equal to V2 square minus V1 square by 2G ആണ്. V2 എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി 7 സ്ക്വയർ മൈനസ് V1 ഇവിടുത്തെ വെലോസിറ്റി 3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു G 10 ആക്കി എടുത്തു. So 49 minus 9 divided by 20, that is 40 by 20, that is equal to 2 meter is the answer. Answer 2 meter. ഇതാണ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ. 2017 മാർച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. A region of streamline flow of an incompressible fluid is shown in the figure. ദേ ഒരു incompressible fluid ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, സ്ട്രീംലൈൻ ഫ്ലോ ഇത് കാണിച്ചിട്ടുണ്ട്. By considering mass conservation in the fluid flow, arrive the equation of continuity. Continuity equation ഇവിടുന്ന് ഡിറൈവ് ചെയ്യാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the onset of the turbulence in a fluid is determined by Reynolds number given as. ഇതിലേതാണ് റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. റൈനോൾഡ്സ് നമ്പർ എന്താണെന്ന് അറിയണം. റൈനോൾഡ്സ് നമ്പർ RN ദാറ്റ് ഈസ് ഈക്വൽ ടു റോ VD ബൈ ET എന്നാണ് നമ്മൾ പറയുന്നത്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. ഇപ്പോൾ ഒരു പൈപ്പ് ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റിയാണ് V. D പൈപ്പിൻ്റെ ഡയാമീറ്റർ ആണ്, D ഡയാമീറ്റർ ഓഫ് ദി പൈപ്പ്. ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. അപ്പോൾ റൈനോൾഡ്സ് നമ്പർ ഡിഫൈൻ ചെയ്യുന്ന റോ VD ബൈ ഈറ്റ. റൈനോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ്. എന്തിനാണ് ഈ റൈനോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നത്? അത് നോക്കിയിട്ടാണ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലൻ്റ് ആണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. റൈനോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലൻറ്റും, റൈനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ സ്ട്രീം ലൈനുമാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നതിൽ ഏത് എക്സ്പ്രഷനാണ് കറക്റ്റ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ എക്സ്പ്രഷൻ റോ VD ബൈ ഈറ്റയാണ് റൈനോൾഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ. റൈനോൾഡ്സ് നമ്പറിനെ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് inertia force divided by viscous force. വിസ്കസ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. അപ്പോൾ റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ റോ VD ബൈ ഈറ്റ. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്ട്രീം ലൈൻ ആണോ ടർബുലൻ്റ് ആണോ അതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ? മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഇനി നമ്മൾ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. By considering mass conservation in the fluid flow, arrive the equation of continuity. Equation of continuity ഉണ്ടാക്കിയെടുക്കണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് എടുക്കുകയാണ്. നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടുത്തെ ഏരിയ A1ഉം ഇവിടുത്തെ ഏരിയ A2മാണ്. ലിക്വിഡ് ഇതിലൂടെ വരുന്ന വെലോസിറ്റി V1, ഇതിലൂടെ വരുന്ന വെലോസിറ്റി V2. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രീം ലൈൻ ഫ്ലോയാണ്. സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലിക്വിഡ് ഇതിലൂടേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ സ്ട്രീം ലൈൻ ആവണമെങ്കിൽ നമുക്കറിയാം എത്ര ലിക്വിഡാണോ എൻ്റർ ചെയ്തിരിക്കുന്നത് അത്ര തന്നെ ലിക്വിഡ് ഇവിടെ എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം. അപ്പോൾ മാസ് ഓഫ് ലിക്വിഡ്
entering is equal to mass of liquid ലീവിങ് ആയിരിക്കണം. ഇവിടെ ലീവ് ചെയ്യണം. എത്ര ലിക്വിഡാണോ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് അത്ര തന്നെ ലിക്വിഡ് ഇപ്പുറത്ത് എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് M1 ഇസ് ഈക്വൽ ടു M2 എന്ന് പറയാം. വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നമുക്ക് പറയാം അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. അപ്പോൾ ρ1 V1 V എന്ന് പറയുന്നത് ഇത് വോളിയമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ρ2 V2. വാട്ട് ഈസ് വോളിയം? വോളിയം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഏരിയ ഇൻറ്റു ഈ ലിക്വിഡ് ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന ആ ചെറിയ ഡിസ്റ്റൻസ്, ഏരിയ ഇൻറ്റു നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് ഇവിടെ വോളിയമാണ്, ഇത് സ്മോൾ വി വെലോസിറ്റിയാണ്. അപ്പോൾ ρ1 ദാറ്റ് ഈസ് ഇൻറ്റു V1 പകരം നമ്മൾ A1, ഇവിടുത്തെ ഏരിയയാണ് A1, ഇതിലൂടെ പോകുന്ന വെലോസിറ്റി V1 ഇൻ എ ടൈം T ദാറ്റ് ഈസ് ഈക്വൽ ടു ρ2 A2 V2 T. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ലിക്വിഡ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ ലിക്വിഡാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇൻകംപ്രസിബിൾ ലിക്വിഡ്. അപ്പോൾ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണെങ്കിൽ ρ1 ഇസ് ഈക്വൽ ടു ρ2 ആയിരിക്കും. നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഡെൻസിറ്റിയിൽ ചേഞ്ച് വരില്ല. അപ്പോൾ ഇതിലൂടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് തന്നെയാണ് ഇതിലൂടെ ലീവ് ചെയ്യുക. അതുകൊണ്ട് റോ1 ഇസ് ഈക്വൽ ടു ρ2 ആണ്. ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്, ഡെൻസിറ്റി സെയിം ആയിരിക്കും ഉണ്ടാവുക എൻ്റർ ചെയ്യുമ്പോഴും ലീവ് ചെയ്യുമ്പോഴും. അപ്പോൾ ρ1 ρ2 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇതിലൂടെ മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് ലീവിംഗ് എന്നാണ്. അപ്പോൾ ഒരു സമയത്ത് T സമയത്ത് ലിക്വിഡ് എത്ര ലിക്വിഡാണ് കയറിയിരിക്കുന്നത് അത്രയും ലിക്വിഡ് ഇവിടുന്ന് അതേ സമയം കൊണ്ട് ഇറങ്ങും. അപ്പോൾ ടൈം സെയിം ആയതുകൊണ്ട് ടൈം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. ഇതാണ് നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മാസ് ഓഫ് ലിക്വിഡ് എൻട്രിങ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ദിസ് ഈസ് വോളിയം. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 2017 മാർച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട്. കാപ്പിലറി റൈസിൻ്റെ ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് കാപ്പിലറി റൈസിൻ്റെ നാരോ ട്യൂബ് ഈസ് ഷോൺ ഇൻ ഫിഗർ. കാപ്പിലറി റൈസിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. Arrive at an expression for capillary height h in terms of surface tension of the liquid. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ള ഭാഗം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ ദി സർഫേസ് ഓഫ് ദി മൂൺ ദി ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് വിൽ റൈസ് ടു ദി. എത്ര ഹൈറ്റിലാണ്? സെയിം ആണോ, ലെസ്സർ ആണോ, മോർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൺ ദി സർഫേസ് ഓഫ് മൂൺ ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് വിൽ റൈസസ് അപ് ടു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ H ദാറ്റ് ഈസ് ഈക്വൽ ടു 2s cos θ ഡിവൈഡഡ് ബൈ R rho g ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാപ്പിലറി റൈസ് H ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്നുള്ളത് ഈ റിലേഷനിൽ നിന്ന്. മൂണിൻ്റെ കേസിൽ G ഓഫ് മൂൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി മൂൺ ഈസ് ലെസ് ദാൻ എർത്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഇവിടെ കാപ്പിലറി റൈസ് എന്ത് ചെയ്യും? കൂടും, ഹൈറ്റ് കൂടും. അതുകൊണ്ട് നമ്മുടെ മോർ കറക്റ്റ് ആൻസർ മോർ ഹൈറ്റ് ആസ് ഓൺ എർത്ത്. അപ്പോൾ ഒരു കാപ്പിലറി ഡിവൈസ് എർത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ ഹൈറ്റ് കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് നമുക്ക് അതേ സെറ്റപ്പ് മൂണിലേക്ക് വെക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം ജിയുടെ വാല്യൂ കുറയുമ്പോൾ കാപ്പിലറി റൈസ് കൂടുന്നതാണ് റീസൺ. ജി ഓഫ് മൂണ് ലെസ് ദാൻ ജി ഓഫ് എർത്താണ്. ഓക്കെ, അപ്പം നമ്മൾ 2017 മാർച്ചിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.